അനുവിനെയൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എത്ര മെച്ചുവേർഡ് ആയിട്ട് അനു ഗെയിം കളിക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര അഭിമാനം തോന്നി. അനുകുട്ടിയൊക്കെ നല്ല മെച്ചുവേർഡ് ആയി തുടങ്ങിയില്ലേ, ചെറുതായിട്ട് കറിയാണെങ്കിലും. ബട്ട് അനു ഇത്ര അടിപൊളിയായിട്ട് പ്ലേ ചെയ്ത് തുടങ്ങിയില്ലേ, ഗുഡ്. ആരുടെയും ഗെയിംസ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല, ലൈക്ക് ഒരു വീക്ക് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര, അതായത് സ്റ്റാർ മാജിക് ആങ്കർ ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര ബിഗ് ബോസിൽ പോയിട്ടുള്ള അനുവിനെ കുറിച്ചും അതുപോലെ തന്നെ രേണുസുതിയെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്ര എന്തോ ഒരു ഇനാഗുറേഷന് വേണ്ടി വന്നപ്പോൾ നമുക്കറിയാം, ഈ ഇതുപോലുള്ള സെലിബ്രിറ്റീസ് എവിടെ ഉണ്ടെങ്കിലും അവിടെ കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാവും. അവരൊക്കെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ബിഗ് ബോസിൽ പോയിട്ടുള്ള രേണുവിനെ കുറിച്ചും അതുപോലെ അനുമോളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ലക്ഷ്മി എന്താണ് പറയുന്നതെന്നുള്ളതൊന്ന് കാണാം. അനുവിനെയൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എത്ര മെച്ചുവേർഡ് ആയിട്ട് അനു ഗെയിം കളിക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര അഭിമാനം തോന്നി. അനുകുട്ടിയൊക്കെ നല്ല മെച്ചുവേർഡ് ആയി തുടങ്ങിയില്ലേ, ചെറുതായിട്ട് കറിയാണെങ്കിലും. ബട്ട് അനു ഇത്ര അടിപൊളിയായിട്ട് പ്ലേ ചെയ്ത് തുടങ്ങിയില്ലേ, ഗുഡ്. ആരുടെയും ഗെയിംസ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല, ലൈക്ക് ഒരു വീക്ക് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഇന്ന് വരെ ലൈക്ക് ബിഗ് ബോസ് അങ്ങനെ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല. എപ്പോഴും വൈറൽ കട്ട്സാ കാണാറ്, പക്ഷെ ഇത്തവണ നമ്മുടെ കുറച്ച് ഫേവറേറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും ബിഗ് ബോസ് കാണുന്നുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആരെ സപ്പോർട്ട് ചെയ്യണേ? എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ നിങ്ങൾ ഇത്തിരി ഇറങ്ങിയിരിക്കുന്ന ഞാൻ പോവില്ല. അനീഷിന്റെ വേ ഓഫ് സ്ട്രാറ്റജി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അനീഷിനെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. ഞാൻ ഇന്നലെ എന്നിട്ട് അനീഷിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് 2021 അനീഷ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. എനിക്ക് 15 വയസ്സുള്ള സമയത്ത് അദ്ദേഹം ലൈക്ക് എന്താ പറയാ, കോളേജിൽ എവിടെയോ പഠിപ്പിക്കുക അങ്ങനെ എന്തോ ആണ്. ഞാൻ ഏറ്റവും ആദ്യം എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന തൃശ്ശൂരിലെ ലോക്കൽ ചാനലിലാണ്, പാട്ടുപാടി ചോദ്യം ചോദിക്കുന്നത്. MCV ആണ് ചാനൽ. അതേ ചാനലില് ഞാൻ 5 മണിക്കാണ് കയറണമെന്നുണ്ടെങ്കിൽ 5 to 6 ഞാൻ ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം 4 to 5 ലൈവും കൂടെ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും, അനീഷ് പണ്ടൊരു ആങ്കറും കൂടെ ആയിരുന്നു, ഒരു ലോക്കൽ ചാനലിൽ ആങ്കർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അനീഷിന്റെ സ്ട്രാറ്റജീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏറ്റവും അധികം ആൾക്കാർ അനീഷിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാവിടെയും പോയി ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നൈസ് പ്ലേ. ആൻഡ് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അനു ആണെങ്കിലും, അനുവൊക്കെ ലൈക്ക് അത്രയും തൊട്ടവാടി കുട്ടിയായിരുന്നു, പക്ഷെ അനു ഇപ്പൊ നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ ഇടപെടുന്നു. അങ്ങനെയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരും. ഫൈനൽ 5 വരുമോ? വരട്ടെ, അതിനൊക്കെയല്ലേ നമ്മള് സപ്പോർട്ട് ചെയ്യണ്ടേ. വോട്ട് ചെയ്തു, അതൊക്കെ പേഴ്സണൽ അല്ലേ. ഞാൻ അനുവിന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അതല്ലടാ ഞാൻ പറഞ്ഞത്. സ്ട്രാറ്റജീസ് ബിഗ് ബോസിനേക്കാളും ഒന്നും കൂടി ഇംപ്രൂവ് ആയി അങ്ങനെ ഒരു ഫീൽ തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, ഞാനിപ്പോ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ബിഗ് ബോസ് റെഗുലർ ആയിട്ട് കണ്ടിരുന്ന ഒരാളല്ല. ബട്ട് ഇപ്പോഴും വൈറൽ കട്ട്സ് ഒക്കെ കാണാറുണ്ട്, അങ്ങനത്തെ രീതിയാണ്. പക്ഷെ ഇത്തവണ നമ്മുടെ നിയർ വൺസ് ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് കാണാനായിട്ട് ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സും ഞാൻ അറ്റ്ലീസ്റ്റ് ഹോട്ട്സ്റ്റാറിലെങ്കിലും കയറി കാണാറുണ്ട്. അപ്ഡേറ്റഡ് ആണ് ഞാൻ. ലാലേട്ടനൊക്കെ 7ന്റെ പണിന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം പ്രൊമോഷൻസും നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പൊ കുറച്ചുകൂടി നല്ല രീതിയിൽ എടുത്തു നിൽക്കണോ എന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ്. എന്നെ വിളിച്ചിരുന്നതാ. തൽക്കാലം ഇപ്പൊ വേണ്ട. കഴിഞ്ഞ വർഷവും വിളിച്ചിരുന്നു, ഇത്തവണയും വിളിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ വേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ ഞാനിവിടെ വേണ്ടേ? കുഴപ്പമില്ലാണ്ട് പോണു, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഇനി എന്തൊക്കെ കളികളാണെന്നുള്ളത് നമുക്ക് വഴി അറിയാൻ പറ്റില്ലല്ലോ. ഓക്കെ, എന്താണ് ആര് വരാൻ ഇത്തവണ ബിഗ് ബോസിലോ? ഇനി ഞാനും ഇങ്ങനെ പറയണോ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നാളെ എന്നെ കാണണം, ഞാനൊരു യൂട്യൂബ് കണ്ടന്റും കൂടെ ഇട്ടിട്ട് പോവാ? ഇല്ലടാ, ഞാൻ ഇപ്പൊ കറന്റ് ഇതുവരെയുള്ള തീരുമാനത്തിൽ ഞാൻ വൈൽഡ് കാർഡ് എൻട്രിയിലോ അങ്ങനെയൊന്നും പോകുന്നില്ല. ഓക്കെ, അനു മുമ്പ് പറഞ്ഞിരുന്നു പോകണ്ടെന്നൊക്കെ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനു ബ്ലെസ്സിങ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഇപ്പം ലൈക്ക് കമ്പനി ഇപ്പം എത്ര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ പോലും അത്രയും വേണ്ടപ്പെട്ടവരോട് ജസ്റ്റ് ഒന്ന് പേഴ്സണലി പറയില്ലേ, അവള് ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ച് അവള് ലൈക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെയായിരുന്നു അവൾക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്ത് എല്ലാ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഇതായിട്ടാണ് അവള് പോയത്. ടിപ്സ് എന്തെങ്കിലും കൊടുത്തായിരുന്നു? അതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴിയെ നിങ്ങൾ കാണൂ ഓൺ സ്ക്രീൻ. കാണാനുണ്ട്, 7ന്റെ പണിയല്ലേ, നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ അനുവിനെ കുറിച്ചിട്ട് ലക്ഷ്മി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ലക്ഷ്മി നക്ഷത്രയെ പോയി കണ്ടു, ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇത് അനുവിനാണ് വോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അനീഷ്, ബിഗ് ബോസിലെ ഇപ്രാവശ്യത്തെ ഒരു കോമണർ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. അനീഷിനെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. പുള്ളി കൊള്ളാം, പുള്ളി ഇഷ്ടമാണ്, കാരണം പുള്ളിയുടെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്നുള്ളത് ലക്ഷ്മി പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം രേണുവിനെ കുറിച്ച് അത്ര നന്നായിട്ടൊന്നും നമ്മുടെ ലക്ഷ്മി നക്ഷത്രം സംസാരിക്കുന്നില്ല.
കാരണം ബിഗ് ബോസിൽ പോകുന്നതിന് തലേന്ന് വരെ രേണു പറഞ്ഞിരുന്നത് എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, എന്നെ ബിഗ് ബോസിൽ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞ ഒരാള് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ എന്താ പറയാ എലിമിനേഷൻ റൗണ്ടിൽ വന്നപ്പോൾ അതിന്റെ എന്താ പറയാ യൂട്യൂബിൽ വീഡിയോ വരെ എടുത്തു വെച്ചിട്ടാണ് പോയത്. വോട്ട് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയായിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടാണ് രേണുസുതി പോയത്. അപ്പോ രേണുവിനെ കുറിച്ച് അത്ര നല്ലൊരു സപ്പോർട്ടീവായിട്ടല്ല ലക്ഷ്മി നക്ഷത്രം ഇവിടെ സംസാരിക്കുന്നത്. എന്തായാലും കൊള്ളാം. അപ്പൊ മൊത്തത്തിൽ ഇപ്രാവശ്യം 7ന്റെ പണിയാണല്ലോ ബിഗ് ബോസ്. അപ്പൊ എല്ലാവരും നല്ല കട്ട വെയിറ്റിംഗിലാണ്. പ്രത്യേകിച്ച് ഇപ്പോ ലക്ഷ്മി ആണെങ്കിൽ പോലും ബിഗ് ബോസ് കാണാറുണ്ട്. കാരണം അതിലറിയാവുന്ന ഇപ്പം അനുമോളുണ്ട്, അതുപോലെ രേണുസുതി ഉണ്ട്, ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഡെയിലി അവർ കാണാറുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളും ഒക്കെ വെയിറ്റിംഗ് ആണ്, ആരായിരിക്കും ടോപ്പ് 5ലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആ ഒരു കപ്പ് സ്വന്തമാക്കാൻ പോകുന്നത് ആരാണ് എന്നുള്ളതൊരു വലിയൊരു സർപ്രൈസ് ആണല്ലേ. നമ്മൾ ഈ ഒരു ഷോ തുടക്കം മുതൽ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. എന്തായാലും ഞാനും സപ്പോർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഷാനവാസ് ആണ്. കാരണം പുള്ളി നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളെ ഇഷ്ടമാണ്. പിന്നെ അനീഷ് എന്ന് പറയുന്നത് പുള്ളി എല്ലാരെയും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അറിയില്ല, ഒരുപക്ഷെ ഈ പുള്ളി ആയിരിക്കാം ടോപ്പ് 5ലേക്ക് എത്തുന്നത്. എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പിന്നെ രേണുസുതി ഒന്നും പ്രത്യേകിച്ച് അവിടെ വലിയ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ എന്താ പറയുക, ജനങ്ങളുടെ ഒരു ഇമോഷണൽ സംഭവമൊക്കെ കിട്ടാൻ വേണ്ടി ക്യാമറയുടെ മുന്നിൽ പോയിന്ന് ഭയങ്കര കരച്ചിൽ നാടകം അഭിനയമൊക്കെയാണ്. എന്തായാലും കണ്ടു തന്നെ അറിയണം ബിഗ് ബോസിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളതൊക്കെ.